ഹലോ ഓൾ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു മീഷോ ഡ്രസ് ഹോളാണ് കേട്ടോ. അപ്പോൾ ഞാൻ വാങ്ങിച്ചിട്ട് ഏകദേശം ഇപ്പോൾ ഒരാഴ്ച ആയിട്ടുള്ളൂ. നല്ല അഫോർഡബിൾ റേറ്റിൽ ബിലോ 300ഉം 350ക്ക് അകമുള്ള ടോപ്സ് ആണ്. അടിപൊളി കാഷ്വൽ വിയർ ടോപ്സ് ആണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഓരോന്നോരോന്നായിട്ട് നോക്കാം അല്ലേ. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് കുർത്ത വന്നിട്ട് ഇതുപോലൊരു ഗ്രേപ്പ് വൈൻ കളറാണ്, അതായത് ഒരു ഞാറക്കെ കളർ പോലെ ഇരിക്കും. ഇതുപോലൊരു കാഷ്വൽ വിയർ ആയിട്ടുള്ള ഒരു കുർത്തയാണ്. ഫ്രണ്ടിൽ തന്നെ ഇതുപോലെ ത്രെഡ് വർക്കൊക്കെ ഉണ്ട്. ത്രെഡ് വർക്ക് മാത്രമല്ല, അതിൽ അതിൻ്റെ ഉള്ളിൽ ചെറിയൊരു സ്വീക്വൻസ് വർക്കൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ ഇത് സ്ലീവ്, അതായത് 3/4 സ്ലീവ് ഉള്ളതാണ്. പിന്നെ നല്ലൊരു കാഷ്വൽ വിയർ ഔട്ട്ഫിറ്റാണ്. നല്ല ഫ്രണ്ടിൽ നമ്മുടെ നെക്കിൻ്റെ ഏരിയയിലായിട്ട് ഒരു ഇതുപോലെ ഒരു നോട്ടൊക്കെ ഉണ്ട് കേട്ടോ. ഇതിൻ്റെ ഒരു ഫാബ്രിക് എന്ന് പറയുന്നത് റയോൺ ആണ്. ഞാൻ എടുത്ത സൈസ് എന്ന് പറയുന്നത് മീഡിയം സൈസായിരുന്നു കേട്ടോ. പിന്നെ എനിക്ക് കുറച്ച് ഓൾട്രേഷനൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇതിൽ മീഷോയിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൽ സൈസ് ചാർട്ട് ഇല്ല കേട്ടോ. മീഡിയം, സ്മോൾ, ലാർജ്, എക്സൽ അങ്ങനെ പോയിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഇതിൻ്റെ പ്രൈസ് തന്നെയാണ്. വെറും 199 രൂപ മാത്രമേ ഉള്ളൂ. ഇത്ര പ്രൈസാണെന്ന് വിചാരിച്ചിട്ട് ചീപ്പ് ക്വാളിറ്റിയോ അങ്ങനെയൊന്നുമല്ല. ഇത്രയും നല്ലൊരു ടോപ്പാണ്. നല്ല ക്വാളിറ്റി മെറ്റീരിയൽ തന്നെയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതൊരു കാഷ്വൽ വിയർ കുർത്തയാണ്. നമുക്ക് ഓഫീസ് വിയറോ കോളേജ് വിയറോ ആയിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ. പിന്നെ ഇതിൻ്റെ ഒരു ബോട്ടം എന്ന് പറയുന്നത്, ഞാനിപ്പോൾ എൻ്റെ കയ്യിലുണ്ടായിരുന്ന ഒരു പാട്ടിയാല മോഡൽ ഒരു പാൻറ് ഇട്ടതാണ്. ഇത് ശരിക്കും ഈ ഒരു പാൻറ് അല്ല ഇടേണ്ടത്. നമ്മുടെ പലാസോ പോലത്തെ മെറ്റീരിയലാണ്. പലാസോ പാൻറ്റായിരിക്കും ഏറ്റവും കൂടുതൽ മാച്ച് ആവുന്നത്. പലാസോയിൽ തന്നെ അതിൻ്റെ ഏറ്റവും ബോട്ടമിലായിട്ട് ഇങ്ങനെ ത്രെഡ് വർക്ക്, ലേസ് വർക്ക്, അങ്ങനെ ഒരു മോഡലില്ല, ക്രോഷ് ടൈപ്പ് അങ്ങനെ എന്തോ ഒരു ഇത് പറയും. അതാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി നല്ല ഭംഗിയായിരിക്കും കേട്ടോ ഇടുമ്പോൾ. ഇനി നെക്സ്റ്റ് നമ്മുടെ കുർത്ത എന്ന് പറയുന്നത് ഇതുപോലൊരു ബ്ലൂ അല്ലെങ്കിൽ ഒരു നേവി ബ്ലൂ കുർത്തയാണ്. ഇതിൻ്റെ മെറ്റീരിയൽ എന്ന് പറയുമ്പോൾ റയോൺ തന്നെയാണ്. നല്ല ഭംഗിയുള്ള ഒരു കുർത്തയാണ് കേട്ടോ. നമ്മുടെ ആ ഒരു വേസ്റ്റിൻ്റെ ആ ഭാഗത്തായിട്ട് ഇലാസ്റ്റിക് ആണ്. അപ്പോൾ കുറച്ച് വണ്ണമുള്ളവർക്കായാൽ പോലും അത് ഇടാനായിട്ട് പറ്റും. നല്ല ഭംഗിയാണ് കേട്ടോ. നമ്മൾ ഇതുപോലെ ഓക്സിഡൈസ്ഡ് ആയിട്ടുള്ള ജ്വല്ലറീസിൻ്റെ കൂടെ ഇടുകയാണെന്നുണ്ടെങ്കിൽ നല്ല ഭംഗിയായിരിക്കും. അതുപോലെ തന്നെ പലാസോ പാൻറ്റിൻ്റെ കൂടെ ആണെങ്കിലും നല്ല ലുക്കാവും കേട്ടോ കാണുമ്പോൾ. ഇതുപോലെ സ്ലിറ്റ് ഉള്ളത് തന്നെയാണ്. 3/4 ഹാൻഡാണ്, സ്ലീവ്സാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു റേറ്റ് എന്ന് പറയുമ്പോൾ ഞാൻ വാങ്ങിയ ടൈമിൽ 350 രൂപയായിരുന്നു ഞാൻ വാങ്ങിയ ടൈമിൽ. ഇപ്പോൾ അത് 406 കാണിക്കുന്നുണ്ട്. സ്പെഷ്യൽ ഓഫേഴ്സൊക്കെ ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ 374 രൂപയ്ക്ക് കിട്ടും കേട്ടോ. നല്ല ക്വാളിറ്റി മെറ്റീരിയലാണ്, നല്ല ഭംഗിയാണ്. അപ്പോൾ നമ്മൾ വെഡ്ഡിങ് ഗസ്റ്റായിട്ടൊക്കെ ഒരുങ്ങുകയാണെന്നുണ്ടെങ്കിലൊക്കെ നല്ല ലുക്കാവും. അപ്പോൾ ഇതാണ് നമ്മുടെ സെക്കൻഡ് ഡ്രസ്സ്. ഇനി നമ്മുടെ തേർഡ് കുർത്ത വന്നിട്ട് ഇതുപോലെ ഒരു ബ്രൈറ്റ് റെഡ് അല്ലെങ്കിൽ ഒരു ചില്ലി റെഡ് എന്നൊക്കെ പറയാൻ പറ്റുന്ന നല്ലൊരു ടോപ്പാണ്. ഇതിൽ ഫുള്ളായിട്ട് ത്രെഡ് വർക്ക് അല്ലെങ്കിൽ ചിക്കൻ കാരി വർക്ക് എന്നൊക്കെ പറയും. അങ്ങനെ ഒരു ടോപ്പാണ് ഇത്. ഇതിൻ്റെ ഫാബ്രിക് എന്ന് പറയുമ്പോൾ ജോർജറ്റാണ് കേട്ടോ. നല്ലൊരു വി നെക്കൊക്കെ ഉണ്ട്, അടിപൊളിയായിരുന്നു. ഇതിൻ്റെ സൈസ് ചാർട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങൾ കറക്റ്റ് സൈസ് നോക്കിയിട്ട് വാങ്ങട്ടോ. ഞാനൊരു മീഡിയം സൈസാണ് വാങ്ങിയത്. ഓൾട്രേഷൻ ഉണ്ടാവും. ഇതിൻ്റെ പല കളേഴ്സ് അവൈലബിൾ ആണ്. പിന്നെ ഞാനിങ്ങനെ ബ്രൈറ്റ് റെഡ് ഒന്നും എടുക്കാറില്ല. അപ്പം ഞാൻ ഒരെണ്ണം ഇരുന്നോട്ടേന്ന് കരുതിയിട്ട് ബ്രൈറ്റ് റെഡ് എടുത്തതാണ്. പല പേസ്റ്റൽ കളേഴ്സൊക്കെ ഉണ്ട്. നല്ല ഭംഗിയാണ് കേട്ടോ. നല്ലൊരു കാഷ്വൽ വെയർ കുർത്തയാണ്, അടിപൊളിയാണ്. ഇത് ബ്ലാക്ക് പലാസോൻ്റെ കൂടെ അടിപൊളിയായിരിക്കും കേട്ടോ. ഇനി നമ്മൾ നെക്സ്റ്റ് ഫോർത്ത് കുർത്തി വന്നിട്ട് ഇതുപോലെ ഒരു ബ്ലാക്ക്, നല്ലൊരു ജെറ്റ് ബ്ലാക്ക് ആയിട്ടുള്ള ഒരു സ്ലീവ്ലെസ് ആയിട്ടുള്ള ഒരു കുർത്തിയാണ്. ഇതുപോലെ നമുക്ക് ഫ്രണ്ടിലായിട്ട് ടെസലിൻ്റെ ഒരു നോട്ടൊക്കെ ഉണ്ടാവും. അടിപൊളിയാണ് കേട്ടോ, നല്ല ഭംഗിയാണ്. അപ്പോൾ ഇതിൻ്റെ മെറ്റീരിയൽ എന്ന് പറയുന്നത് റയോൺ ആണ്. ഇതിൻ്റെ പ്രൈസ് 321 ഇപ്പോൾ കാണിക്കുന്നത്. ഞാൻ വാങ്ങിയ ടൈമിൽ ഇതിന് 300 രൂപയോ മറ്റോ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഇതുപോലെ ഫ്രണ്ടിൽ നല്ല ഒരു ബ്രൈറ്റ് ആയിട്ടുള്ള ഗോൾഡൻ വർക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. നന്നായിട്ട് ആക്സസറൈസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നല്ല ഭംഗിയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ലാസ്റ്റ് ആൻഡ് ഫൈനൽ കുർത്തി എന്ന് പറയുമ്പോൾ ഇതുപോലെ ഒരു പേസ്റ്റൽ കളർ, എന്താ പറയുക, ഒരു ആഷ് കളറിലുള്ള ഒരു കുർത്തിയാണ്. ഹൈ നെക്കായിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ ഒത്തിരി അങ്ങോട്ട് ഓൾട്ടറൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ചിലപ്പോൾ ആ ബട്ടൺ ഇടുമ്പോൾ ചെറിയൊരു ഡിസ്കംഫോർട്ട് ഫീൽ ചെയ്യും. കാരണം നല്ല ടൈറ്റ് ആയിട്ടിരിക്കും കേട്ടോ. അപ്പോൾ ഇത് വാങ്ങിയപ്പോൾ ഉള്ളൊരു മിസ്റ്റേക്ക് എനിക്ക് പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ലാർജ് സൈസ് എടുത്തു. എൻ്റെ നോർമൽ സൈസ് എന്ന് പറയുമ്പോൾ മീഡിയമാണ്. എന്നിട്ട് ഞാൻ ലാർജ് എടുത്ത് ഇനിയിപ്പോൾ എങ്ങാനും സൈസ് കുറഞ്ഞു പോയാലെന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ നിങ്ങൾ എന്തായാലും നിങ്ങളുടെ സൈസിൽ നിന്ന് ഒരു ഇത് കുറഞ്ഞെടുക്കുന്നതായിരിക്കും നല്ലത്. ഇപ്പോൾ മീഡിയം സൈസുള്ളവർ സ്മോൾ സൈസ് എടുക്കാനായിട്ട് നോക്കട്ടെ. അപ്പോൾ നല്ലോണം ഞാൻ ഓൾട്രേഷൻ ചെയ്തായിരുന്നു. അപ്പോഴാണ് എനിക്ക് കറക്റ്റായിട്ട് കിട്ടിയത്. ഇപ്പോൾ ഇതിൻ്റെ പ്രൈസ് എന്ന് പറയുമ്പോൾ 250 രൂപയാണ്. അടിപൊളിയായിട്ടുള്ള കാഷ്വൽ ഔട്ട്ഫിറ്റാണ്. മിനിമൽ ആക്സസറീസിൻ്റെ കൂടെ കോളേജിലൊക്കെ വെയർ ചെയ്യാൻ പറ്റിയ സൂപ്പർ ആയിട്ടുള്ളൊരു ഔട്ട്ഫിറ്റാണ് കേട്ടോ. ഇതിൻ്റെ മെറ്റീരിയൽ വന്നിട്ട് കോട്ടൺ ബ്ലെൻഡാണേ. അപ്പോൾ ഇത്രയും ഒരു 5 കുർത്തീസാണ് നമ്മുടെ ഇന്നത്തെ ഹോൾ വീഡിയോയിൽ ഞാൻ ഇൻക്ലൂഡ് ചെയ്തേക്കുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ അത്രയും വലിയൊരു പ്രതീക്ഷയിലൊന്നും അല്ല ഞാൻ ഇതിന്ന് ഓർഡർ ചെയ്തത്. ഹോൾ വീഡിയോ ചെയ്യാനുള്ള ഒരു പർപ്പസിലാണ് ഓർഡർ ചെയ്തത് കേട്ടോ. അതുപോലെ തന്നെ നമുക്ക് ഇത്രയും അഫോർഡബിൾ റേറ്റിൽ ഇത്രയും നല്ല ഹൈ ക്വാളിറ്റി ആയിട്ടുള്ള കുർത്തീസാണ് കിട്ടിയിരിക്കുന്നത് കേട്ടോ. അല്ലാണ്ട് ഇത്രയും
പ്രൈസ് കുറവാന്ന് വിചാരിച്ചിട്ട് ചീപ്പായിട്ടുള്ള ഐറ്റംസ് ഒന്നും അല്ല, അടിപൊളിയാണ്. നിങ്ങൾക്ക് കണ്ണുടച്ച് പർച്ചേസ് ചെയ്യാം. ഇതിൻ്റെ ലിങ്കും എല്ലാ ഡീറ്റെയിൽസും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം കേട്ടോ. അപ്പോൾ ഇഷ്ടമായിട്ടുള്ളവർ പർച്ചേസ് ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ചാനൽ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ. ഓക്കെ, ബൈ.